നമ്മളിൽ പലർക്കും നാം ആഗ്രഹിക്കുന്ന പണം നമ്മളിൽ വരുന്നില്ല. 3 തരത്തിലുള്ള മണി ബ്ലോക്കാണ് പലരും ഇന്ന് ഫേസ് ചെയ്യുന്നത്. ഒന്നെങ്കിൽ അവർക്ക് റിസീവിംഗ് ബ്ലോക്കാണ്. റിസീവിംഗ് ബ്ലോക്ക് എന്ന് പറയുമ്പോൾ അവരിലേക്ക് പണം വരുന്നേ ഇല്ല. അവർക്ക് ആഗ്രഹമുണ്ട്, അവർ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നു, എന്നിട്ടും അവരിലേക്ക് പണം വരുന്നില്ല. ഇങ്ങനെ ബ്ലോക്ക് ഉള്ളവരെയാണ് നമ്മൾ റിസീവിംഗ് ബ്ലോക്ക് ഉള്ളവരെന്ന് പറയുന്നത്. രണ്ടാമത്തെ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ റീറ്റെയിനിങ് ബ്ലോക്കാണ്. റീറ്റെയിനിങ് ബ്ലോക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പണം അവരിലേക്ക് വരുന്നു, പക്ഷേ അവർക്ക് ആ പണം അവർക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. ആ പണം വരുന്ന അതേപോലെ തന്നെ അവരുടെ കയ്യിൽ നിന്ന് ആ പണം പോകും. ദാറ്റ് മീൻസ് അവർക്ക് അവരിൽ വരുന്ന പണം സേവ് ചെയ്യാനോ ഹോൾഡ് ചെയ്യാനോ അവർക്ക് പറ്റുന്നില്ല. മൂന്നാമത്തെ ബ്ലോക്ക്, ചില ആൾക്കാരിലേക്ക് നല്ലവണ്ണം പണം വരുന്നു, അവർക്ക് നല്ലപോലെ പണം ഉണ്ടാക്കാൻ പറ്റുന്നു, ബട്ട് അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. ദാറ്റ് ഈസ് തേർഡ് ബ്ലോക്ക്, എൻജോയ്മെന്റ് ബ്ലോക്ക്. ഈ 3 ബ്ലോക്കുകളാണ് സാധാരണ മനുഷ്യന്മാരിൽ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ബ്ലോക്കിൽ നിന്നൊക്കെ നമ്മൾ മാറി നമ്മളിൽ ഒരു അബണ്ടൻസ്, നല്ലപോലെ പണം വരാനും ആ പണം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തുകൊണ്ട് ഒരു പീസ്ഫുൾ ലൈഫ് നമുക്ക് മുന്നോട്ട്, ഒരു പീസ്ഫുൾ ലൈഫ് നമ്മളിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ എന്തെല്ലാം ചെയ്യണം? ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ആറ്റിറ്റ്യൂഡ് നമ്മൾ ചേഞ്ച് ചെയ്യണം. 2 രീതിയിൽ നമുക്ക് പണം നേടാൻ പറ്റും. ഒന്ന് ഗുഡ് മണി, ദെൻ ബാഡ് മണി. നല്ല രീതിയിലൂടെ നമ്മൾ പണം ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഗുഡ് മണിയാണ്. മോശം രീതികളിലൂടെ നമ്മൾ പണം സമ്പാദിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ബാഡ് മണി. ബാഡ് മണി സമ്പാദിക്കാതെ ഗുഡ് മണി സമ്പാദിച്ച് നിങ്ങൾക്ക് ധാരാളം പണം ഉണ്ടാക്കാൻ പറ്റിയാൽ നിങ്ങളുടെ കാര്യങ്ങൾക്കും നിങ്ങളുടെ പാരൻസിനും നിങ്ങളുടെ ഫാമിലിക്കും ഒരു പോർഷൻ നിങ്ങളുടെ ഫ്യൂച്ചർ പർപ്പസിനും മാത്രമല്ല, നിങ്ങൾക്ക് സമൂഹത്തിൽ അർഹതപ്പെട്ട ഒരുപാട് ആൾക്കാർക്ക് നിങ്ങൾക്ക് ആ പണം കൊടുക്കാനൊക്കെ പറ്റും. സോ പണത്തോടുള്ള ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് മണി ബ്ലോക്ക് ഒഴിവാക്കാനുള്ള ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡ് സെറ്റാണ്. നല്ല നന്ദിയുള്ള ഹൃദയമുള്ളവർക്ക് മാത്രമേ പണം വരികയുള്ളൂ. ഏറ്റവും ലേറ്റസ്റ്റ് പഠനമാണ്. നെക്സ്റ്റ് വൺ, റെസ്പെക്റ്റ് മണി. നമ്മളെ വീട്ടിലാണെങ്കിൽ പോലും 1 രൂപയുടെ കോയിനോ 5 രൂപയുടെ കോയിനോ ഉണ്ടെങ്കിൽ പോലും നമ്മൾ അത് തറയിൽ വീണ് കിടക്കുകയാണെങ്കിൽ നമ്മൾ കണ്ടാൽ അത് നിസ്സാരവൽക്കരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാൻ പാടില്ല. നിങ്ങളുടെ മുന്നിൽ 1 രൂപയുടെ കോയിൻ കിടക്കുകയാണ്, കുറച്ചപ്പുറത്ത് നിങ്ങളുടെ മുന്നിൽ 1 ലക്ഷം രൂപയുടെ നോട്ട് കെട്ട് കിടക്കുക. ആ 1 lakh rupeesന്റെ നോട്ട് കെട്ടിനോട് നമ്മൾ ഉണ്ടാകുന്ന ഒരു റെസ്പെക്റ്റ് ഉണ്ട്. അതിനെ നമ്മൾ വളരെ ഫാസ്റ്റ് ആയിട്ട് എടുക്കുകയും അതിനെ നമ്മൾ ഭദ്രമായിട്ട് വളരെ വൃത്തിയിൽ നമ്മൾ അതിനെ സേഫ് ആയിട്ട് നമ്മൾ സൂക്ഷിക്കുകയും ചെയ്യും. അതേ മൈൻഡ് സെറ്റിലായിരിക്കണം നമ്മൾ 1 രൂപയുടെ കോയിനോടും 5 രൂപയുടെ കോയിനോടൊക്കെ നമ്മൾക്ക് ഉണ്ടാവേണ്ട റെസ്പെക്റ്റ്. പണത്തെ റെസ്പെക്ട് ചെയ്യുന്നവരിലേക്ക് മാത്രമേ കൂടുതൽ പണം വരികയുള്ളൂ. സോ റെസ്പെക്റ്റ് മണി, അത് ശരിക്കും നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പണം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരേ ഒരു വഴി പണം ഉപയോഗിച്ച് തന്നെയാണ്. ലോകത്തിലെ സമ്പന്നന്മാരെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവർ ഏറ്റവും കൂടുതൽ പണം ഉണ്ടാക്കുന്നത് അവരുടെ പണം ഉപയോഗിച്ചിട്ടാണ്. ഇന്റലിജന്റ് ആയിട്ട് നമ്മളെ പണം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അതിലൂടെ കിട്ടുന്ന റിട്ടേൺസ് അത്രയ്ക്കും ഹൈ ആയിരിക്കും. സോ പണം ഉപയോഗിച്ച് പണം ഉണ്ടാക്കുന്ന ഒരു ഹാബിറ്റ് അല്ലെങ്കിൽ ആ ഒരു സ്കില്ല് നിങ്ങൾക്ക് നേടാൻ പറ്റിയാൽ നിങ്ങൾക്കും ഒരു വലിയ സമ്പന്നനായിട്ട് മാറും.